CBSE പരീക്ഷാഫലം തടഞ്ഞു വെച്ചതിൽ ആശങ്കയുണ്ടെന്ന് പറയാണ് കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ. ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ പോലും നൽകാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് വിദ്യാർത്ഥികൾ 24 പറഞ്ഞു. ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് പേപ്പറിന്റെ കോഡ് തെറ്റ് രേഖപ്പെടുത്തിയതോടെയാണ് 38 കുട്ടികളുടെ ഫലം CBSE തടഞ്ഞുവെച്ചത്. ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഞാൻ ഇന്നു മുതൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത് റിസൾട്ട് വന്നപ്പോൾ. പക്ഷെ ഇപ്പോൾ റിസൾട്ട് വന്ന ഏത് സബ്ജക്റ്റിലാണ് കുറഞ്ഞതെന്ന് അറിയാൻ ഒരു സങ്കടമുണ്ട്. സ്കൂളിൽ നിന്ന് 119 കൊടുക്കേണ്ടതിന് പകരം അവർ 102 കൊടുത്ത് 9ാം ക്ലാസ്സിന് കൊടുത്തു എന്ന് പറഞ്ഞത്. അതിന് പകരം അവരിപ്പോൾ ഫൈൻ അടച്ചു. ഇപ്പോൾ ആദ്യം ഫൈൻ അടക്കണം എന്ന് ചോദിക്കുമ്പോൾ അവർ തയ്യാറല്ല, അങ്ങനെ കോർട്ടിലേക്ക് പോയിരിക്കും. നമ്മളോട് ഫൈൻ ചോദിച്ചില്ല, അവർ സ്വയം കൊടുത്തു എന്ന്. അതുകൊണ്ടാണ് നമുക്കൊരു ഉറപ്പില്ലാത്തത്. അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുമായിരുന്നു ഇപ്പോൾ കാശിന് വേണ്ടി. അല്ല, എല്ലാവർക്കും കിട്ടുമ്പോൾ നമുക്കും കിട്ടാതിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇതാവുന്നില്ല. ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ടായി. ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം നോക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിയും ആപ്ലിക്കേഷൻ കൊടുക്കാൻ്റെ. കാസർഗോഡ് പ്രദീപ് നാരായണൻ ചേരുന്നു. പ്രദീപ്, കുട്ടികൾ ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റിന് കുട്ടികൾ അനുഭവിക്കുക എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് പരിഹാരം പ്രദീപ്? കാശ്മി പ്രവിധ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കുട്ടികളും ചോദിക്കുന്നത് തന്നെയാണ്. തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തങ്ങൾ അറിയില്ല. കാരണം സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വന്ന ഒരു പിഴവാണ്. ചെറിയൊരു നോട്ടപ്പിശകിന് ഒരു ബലിയാടായിരിക്കുകയാണ് ഇപ്പോൾ 38 കുട്ടികൾ. CBSEയും ഇത്തരത്തിലൊരു പിടിവാശി നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പിഴ മാത്രമാണോ CBSEയും ലക്ഷ്യമിടുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് പേപ്പറിൻ്റെ കോഡ് നേരത്തെ 122 ആയിരുന്നു, അത് 119 ആയപ്പോൾ ആ കോഡ് നൽകുന്നതിൽ വന്ന ഒരു പിഴവ് മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തില്ല, ഹോൾ ടിക്കറ്റ് നൽകില്ല എന്ന തരത്തിൽ CBSE നിലപാടെടുത്തപ്പോൾ സ്കൂൾ അധികൃതർ കോടതിയെ സമീപിച്ചു. കോടതി അതിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ഉത്തരവിട്ട സാഹചര്യത്തിലാണ് അവർക്ക് ഹോൾ ടിക്കറ്റ് നൽകുകയും പരീക്ഷ എഴുതിക്കുകയും ചെയ്തത്. എന്നാൽ പരീക്ഷ എഴുതിച്ച കുട്ടികൾക്ക് അവരുടെ റിസൾട്ട് അറിയാനുള്ള അവകാശമുണ്ട്. അത് തടഞ്ഞു വെക്കുന്ന രീതിയാണ് ഇപ്പോൾ CBSEയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സ്കൂൾ അധികൃതർ അവരുടെ പിഴവ് സമ്മതിക്കുന്നുണ്ട് എങ്കിൽ പോലും കുട്ടികൾ ആശങ്കയിലാണ്. ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഇന്നലെ മുതൽ അപേക്ഷിക്കാൻ സമയമുണ്ട്. അപ്പോൾ ഇനി പരീക്ഷാഫലം വരികയാണെങ്കിൽ പോലും ആ സമയപരിധി അവസാനിക്കുമോ എന്ന ആശങ്ക കുട്ടികൾ പങ്കുവെക്കുന്നു. തങ്ങൾക്ക് മികച്ച സ്കൂളുകളിൽ +1 പ്രവേശനത്തിന് പോകേണ്ടതാണ്. ഈ പരീക്ഷാഫലം വൈകൽ അതിനെയും തടസ്സം നിൽക്കുമോ എന്നൊരു ആശങ്ക കൂടി കുട്ടികൾ പങ്കുവെക്കുന്നുണ്ട്. ഇത്തരത്തിൽ 38 കുട്ടികളുടെ ഭാവി തുലാസിലാകുന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വർഷം, ഒരു അക്കാഡമിക് ഇയർ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും കുട്ടികൾ അതിലൊരു ഉത്തരവാദികളല്ല, സ്കൂൾ അധികൃതരുടെ കുട്ടികളല്ല ഉത്തരവാദികൾ. സ്കൂൾ അധികൃതർക്കുണ്ടായ ഒരു പിഴവാണ്, അതിന് കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല. അതിനുള്ള പരിഹാരം അടിയന്തരമായി എന്താണ് കുട്ടികളുടെ ഭാവിക്ക് പൊട്ടം വരാത്ത രീതിയിൽ ഉണ്ടാവേണ്ട കാര്യം അത്യാവശ്യമാണ് അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.